ജിൻഡോ ജോൺ ഇന്ന് ഈ സമരത്തിൽ ഉന്നയിച്ച ഏത് മുദ്രാവാക്യത്തിൽ ഏതാവശ്യത്തിലാണ് കോൺഗ്രസിന് വിയോജിപ്പ്? ഒരുപാട് ദിവസം മുമ്പൊന്നുമല്ല, ഇന്നലെ കർണാടകയുടെ സമരം ഉണ്ടായിരുന്നു. DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഇതേ ഡൽഹിയിൽ മൈ ടാക്സ് മൈ റൈറ്റ് 7th ഫെബ്രുവരി അതിന്റെ പോസ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. ജന്തർ മന്ദർ ന്യൂഡൽഹി, ലെറ്റ്സ് ഗോ ടു ഡൽഹി, ലെറ്റ്സ് ഫൈറ്റ് ഫോർ ഫിനാൻഷ്യൽ ജസ്റ്റിസ്. ഇത് തന്നെയാണ് പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പറയുന്നത്. ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് the financial atrocities committed by the central government to Kannadigas and Kannada. ഇത് കർണാടകയിലെ കാര്യമാണ്. 1,87,000 കോടി ഞങ്ങൾക്ക് കഴിഞ്ഞ 4-5 വർഷമായി കിട്ടാനുണ്ട്. ഇതാണ് കർണാടക പറയുന്നത്. പിണറായി വിജയന്റെ കണക്ക് കേരളത്തിന് 1,07,000 കോടി കിട്ടാനുണ്ടെന്നാണ്. കർണാടകയുടെ കണക്ക് അവർക്ക് 1,87,000 കിട്ടാനുണ്ടെന്നാണ്. ഇത് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അവരുടെ പൊതുവികാരമാണ്. കേരളം പറയുന്ന അതേ കാര്യമാണ് കർണാടക പറയുന്നത്. കർണാടകയുടെ സമരം നടത്തുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ്. DK ശിവകുമാറും സിദ്ധരാമയ്യയും അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഈ സമരത്തെ എന്തുകൊണ്ട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല? ഈ സമരത്തിന്റെ ഏതാവശ്യത്തിലാണ്, ഏത് ഡിമാൻഡിലാണ്, ഏത് മുന്നോട്ട് വെക്കുന്ന കാര്യത്തിലാണ് കോൺഗ്രസിന് എതിരഭിപ്രായം? അഭിലാഷേ, ഈ സമരത്തിന് കോൺഗ്രസ് പിന്തുണയ്ക്കാത്തതിന് കാരണം ഈ സമരത്തിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ 9 കാര്യങ്ങൾക്കും ഉത്തരവാദികളായിട്ടുള്ളത് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതിൽ ഒരു കാര്യം മാത്രമാണ് കേന്ദ്ര ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ BJP ഇതര NDA ഇതര സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞുമുറുക്കൽ എന്നുള്ള വിഷയം നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കർണാടകയുടെ കാര്യം പറഞ്ഞു. കർണാടകയിൽ കഴിഞ്ഞ 8 മാസത്തിനിടയ്ക്ക് 2,000 രൂപ വെച്ചിട്ട് വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടെ 4ഓളം പദ്ധതികൾ തുടങ്ങുന്നു. അവിടെ വരൾച്ച ഉൾപ്പെടെയുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. പ്രത്യേക സ്പെഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് സ്റ്റേറ്റിന്. ആ സ്പെഷ്യൽ പ്രോബ്ലംസിൽ വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരിൽ കിട്ടാനുള്ളത് കിട്ടുന്നില്ല. അതൊരു പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതുമാത്രമല്ല, കർണാടക സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് തോറ്റുപോയ MP-മാരെ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ സങ്കടം പെട്ടുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്ന മുൻ MP-മാരെയൊക്കെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രത്യേക പ്രതിനിധികളായിട്ട് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്ത സർക്കാരാണ് കേരള സർക്കാർ. ഇതൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെയും പണം ദൂർത്തടിച്ച ഒരു സർക്കാർ, അവരുടെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ല. കേന്ദ്രത്തിന്റെ അവഗണന, ഇവിടുത്തെ പ്രശ്നം ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന് വരുന്നത് എങ്ങനെയാണ്? ഒരേ സംസ്ഥാനത്ത് തൊട്ട് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ ഒരേ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നു, ഒരേ കാര്യം പറയുന്നു. അത് ഒരിടത്ത് ശരിയും മറ്റൊരിടത്ത് തെറ്റുമാണ് എന്ന് വരുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അഭിലാഷ്, ഞാനത് കൃത്യമായിട്ടാണ് അതിലേക്കാണ് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും സംശയം വിചാരിക്കേണ്ട. BJPക്കെതിരെ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരെ, നയപരിപാടികൾക്കെതിരെ, സാമ്പത്തിക പരിപാടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസിനുണ്ട്. അതിന് സംശയമില്ല. കേരളം ഉന്നയിക്കുന്ന BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എതിർപ്പുണ്ട്. അതിൻ്റെ ഭാഗമല്ലേ NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ MP ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിച്ചത്, TN പ്രതാപൻ ചോദ്യം ചോദിച്ചത്, ഡീൻ കുര്യാക്കോസ് ചോദ്യം ചോദിച്ചത്, ഇന്ന് വീണ്ടും TM പ്രതാപൻ ശൂന്യവേളയിൽ അക്കാര്യം ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് CPM-ന്റെ ഒരു കനൽ തെരിയുണ്ടല്ലോ, ആലപ്പുഴയിലെ ആരിഫ്, അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് നാവാടിയിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ചിട്ട്. കോൺഗ്രസിനും UDF-നും ഇതിൽ കൃത്യമായിട്ടുള്ള നയമുണ്ട്, തീരുമാനമുണ്ട്. ഞങ്ങൾ കേന്ദ്രത്തോട് അക്കാര്യത്തിൽ വിയോജിക്കുന്നു. പക്ഷെ ആ വിയോജിപ്പ് നിൽക്കുമ്പോൾ തന്നെ കേരള സർക്കാർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത ആർജിക്കാവുന്ന രീതിയിലുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണോ കേരള സർക്കാർ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്? അല്ല എന്ന് തന്നെ പറയണം. 2016-ൽ ധനകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റ തോമസ് ഐസക് വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നത് കേരളം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. അങ്ങനെ ഒരു ബോധ്യമുള്ള സർക്കാരായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന 7.5 വർഷക്കാലം സാമ്പത്തിക ദൂർത്തിന്റെ അഴിമതിയുടെ പിൻവാതിൽ നിയമനങ്ങളുടെ ഒക്കെ ഉത്തമ കേളി രംഗമായിട്ട് കേരളത്തെ മാറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ഇനി ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാനും മറ്റ് മന്ത്രിമാരെ കാണാനും ഒക്കെ സമയമുണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ജ്യോതി ബസു അനുസ്മരണവും ബംഗാൾ യാത്രയും ഒക്കെ ഒഴിവാക്കി പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലെങ്കിലും പ്രധാനമന്ത്രിയോട് കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന ഒഴിവാക്കി തരണമെന്ന് ചോദിക്കാൻ ഇദ്ദേഹം താല്പര്യം കാണിച്ചോ? ഞാൻ ചോദിക്കുന്നത്, കുറച്ചു കാലം മുമ്പേ സജി ചെറിയാൻ എന്ന് പറഞ്ഞൊരു മന്ത്രി കേരളത്തിലെ ഇന്ത്യയിലെ ബിഷപ്പുമാരോട് പറഞ്ഞത്, നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ചിട്ട് ക്രിസ്മസ് ആഘോഷത്തിന് പോയപ്പോൾ കേക്ക് മുറിച്ചപ്പോൾ വീഞ്ഞു കുടിച്ചപ്പോൾ ചോദിച്ചോ എന്ന്.
അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ ആ അവസരത്തിലെങ്കിലും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കാമല്ലോ. ഇനി ഇതുമായിട്ട് അനുബന്ധിച്ച ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നു നമ്മുടെ GST കളക്ഷൻ 20%-ലധികമാണെന്ന്. GST ആക്ട് അനുസരിച്ച് 14%-ലധികമാണെങ്കിൽ GST കോമ്പൻസേഷൻ അർഹതയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അത് എന്ത് തന്നെയായാലും GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് 5 വർഷത്തെ കൃത്യമായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഇനി പിന്നെ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണ്. അതും കേരളത്തിന് ഏറ്റവും ഉന്തിയ രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നു. അതും വാങ്ങിയിരിക്കുന്നു. ഇനി ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിലാണ് തർക്കം. അതിന് പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ജനസംഖ്യ അനുപാതമായിട്ട്, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ, ഫിസ്ക്കൽ മാനേജ്മെന്റ്. ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് എന്നുള്ള ഒറ്റ കൺസിഡറേഷനിൽ തന്നെ കേരളത്തിന് ഇത് അർഹതപ്പെടില്ല. കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്ത, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്ത, CAG റിപ്പോർട്ടിൽ പോലും നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സംസ്ഥാനത്തിന് ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെ ആ ഗ്രേഡിൽ വരുന്ന ഒരു ഫണ്ടിനും അർഹതയില്ല എന്ന് കൂടി ഞാൻ പറയാം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഇത്രയും പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ KV തോമസിനെയും സമ്പത്തിനെയും വേണു രാജാമണിയെയും ഡൽഹിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്? അവരുടെ ജോലി എന്തായിരുന്നു? അവർക്ക് കൊടുത്ത ഓണറേറിയവും അവരുടെ സ്റ്റാഫിന് കൊടുത്ത ശമ്പളവും ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ അതുകൂടി നമുക്ക് നഷ്ടം വരുത്തിയില്ല ഈ സർക്കാർ. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇല്ല, നയപരിപാടി ഇല്ല എന്ന് തന്നെ പറയണം. സമ്പത്തോ അല്ലെങ്കിൽ മറ്റേ വേണു രാജാമണിയോ എന്തെങ്കിലും പൈസ ഉണ്ടെന്നോ, അങ്ങനെ ഇപ്പൊ പൈസ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഏർപ്പാടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി 5-ാം തീയതി, ഈ ഫെബ്രുവരി 5-ാം തീയതി ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസിന് കൊടുത്ത ധനമന്ത്രിയുടെ ധനസഹമന്ത്രി പങ്കജ് ചൗധരിയുടെ മറുപടിയുണ്ട്. അപ്പോൾ ആ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇപ്പോൾ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം സമരം ചെയ്യുന്നു ചോദിച്ചാൽ നോക്കൂ, 2020-21 കാലയളവിൽ, അതായത് 15th ഫിനാൻസ് കമ്മീഷന്റെ കാലയളവ് തുടങ്ങുന്നത് 2020-21 സാമ്പത്തിക വർഷത്തിലാണല്ലോ. അപ്പോൾ 1848 കോടിയാണ് വിവിധ തരത്തിലുള്ള ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് മാത്രമായിട്ട് സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ തവണ അത് വെറും 5599 കോടിയാണ്. ശരിയാണ്, 5 വർഷത്തേക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആദ്യ വർഷങ്ങളിൽ കൂടുതൽ കിട്ടി, അവസാന വർഷം ഇനി കിട്ടാനുള്ളത് കുറവാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന കാര്യം 18,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 5,000 ഈ കൊല്ലം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഗ്രാന്റിന്റെ കാര്യം അങ്ങനെയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇതുപോലെ ഫിനാൻസ് കമ്മീഷൻ തീരുമാനിച്ച് നിശ്ചയിച്ച് കൊടുത്തതല്ലേ എന്ന്. പക്ഷേ ഈ എയ്ഡുകളുടെ കാര്യം ഒന്ന് നോക്കൂ. ഈ തവണ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 23,935 കോടി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗ്രാന്റുകളായി പൈസയായി കിട്ടിക്കൊണ്ടിരുന്നത് അത് 1,787 ആയിട്ട് കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു UGCയുടെ ശമ്പള പരിഷ്കരണത്തിന് 750 കോടി തരാനുണ്ടായിരുന്നു, തന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് 1970 കോടി തന്നിട്ടില്ല. ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 1,700 കോടി തന്നിട്ടില്ല. ദുരിതാശ്വാസം, അതുപോലെ തന്നെ ക്യാപെക്സ്, അസിസ്റ്റൻസ് അണ്ടർ ദ സ്കീം, സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 1 രൂപ ഈ കൊല്ലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സാമ്പത്തിക വർഷം മുൻ സാമ്പത്തിക വർഷങ്ങളുമായി താരതമ്യം ചെയ്താൽ മുകളിൽ നിന്ന് കിട്ടിയ പൈസ തുലോം തുച്ഛമാണ് എന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അംഗീകരിക്കണ്ടേ? അല്ല അഭിലാഷേ, അതിലൊരു തെറ്റുമില്ലെന്നേ. അങ്ങനെ ഈ വർഷം, സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടിയിരിക്കുന്ന പണം കുറവാണ്. അതിൽ ഓരോന്നും ഞാൻ പറയാം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 വർഷത്തേക്കാണ് പറഞ്ഞിരുന്നത്. അത് 5 വർഷത്തേക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. ഞാൻ പറയട്ടെ, ഞാൻ BJPയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രീതിയിൽ ഒരു മേഖലയിലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സംസ്ഥാനം, അത് മുൻ വർഷങ്ങളിൽ കൂടുതൽ വാങ്ങിയതുകൊണ്ട് ഈ വർഷം കുറഞ്ഞു. ആ ഫാക്ട് അവിടെ നിൽക്കുന്നു. GST കോമ്പൻസേഷൻ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ കിട്ടിയ പണമൊക്കെ ദൂർത്തടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കിട്ടിയെന്ന്, അത് ആദ്യ ഗഡ് കിട്ടിയത് തന്നെ, അതിൽ എൻ്റെ ഇത് കണക്ക് ശരിയാണെങ്കിൽ 239 കോടി രൂപയോളം എന്തോ വരും. അത് വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്ക് ഇത് ചോദിക്കാൻ അർഹതയുണ്ടോ? ഇനി UGCയുടെ 750 കോടി രൂപ 2022 മുമ്പ് അതിന്റെ റിപ്പോർട്ടെല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. ആ പണം ലാപ്സായി പോയി. അതിന്റെ ഉത്തരവാദിത്തമാർക്കാ? കേരളത്തിലെ ധനകാര്യ വകുപ്പിന്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കാതെ ഇതിനൊക്കെ ലാപ്സ് ആകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് തന്നെയാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ ഈ രാജ്യത്തെ, ഈ ലോകത്തെ മുഴുവൻ ഗവൺമെന്റുകളുടെയും ഡെറ്റ് റേഷ്യോ കൂടും.
അത് ലോകവ്യാപകമായിട്ടുള്ളൊരു പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ 2016 ശേഷം കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ അലാമിംഗ് ആയിട്ട് ഏറ്റവും അപകടകരമായിട്ട് വർദ്ധിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? 2016 വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ച തോമസ് ഐസക് ഉൾപ്പെടെ ഇന്നത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കല്ലേ? ഇവരല്ലേ പറഞ്ഞത് കേരളം വലിയ പ്രതിസന്ധിയിലാണെന്ന്? അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും കടം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിന്റെ ഉത്തരവാദിത്തമാർക്ക? എന്തെങ്കിലും വൻകിട പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കിയോ? ആളുകൾക്ക് തൊഴിൽ സൗകര്യങ്ങൾ ഇവിടെ ഉറപ്പാക്കിയോ? ആളുകൾക്ക് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ. കർണാടകയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? കർണാടകയിൽ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? ഇന്നലെയല്ലേ ഇടുക്കി ജില്ലയിൽ ഒരു 90 വയസ്സായ ഒരു അമ്മ വഴിയിലിരുന്ന് പ്രതിഷേധിച്ചത്? 86 വയസ്സായ മറിയക്കുട്ടി പ്രതിഷേധിച്ചത്? ആ മറ്റ് സംസ്ഥാനങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ദൂരത്തും അഴിമതിയില്ല. പൊതുജനങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കവർ ഉണ്ടോ? ശ്രീ അനിൽകുമാർ, എന്തുകൊണ്ട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്.